വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ ചില അത്ഭുതങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് സിനിമയൊക്കെ സംഭവിക്കണമെങ്കിൽ സൂപ്പർ താരങ്ങൾ ഒരുമിക്കണമല്ലോ. അങ്ങനെ ഒരു ഒരുമിക്കലാണ് നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്ന ഗംഭീര ചില സിനിമകൾ. അതിൽ ആദ്യത്തേത് മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് MN എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമ. ഏത് ജോണർ ആയിരിക്കുമെന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. ഒരു മെഗാമാസ് ചിത്രം തന്നെയാണ് പ്രേക്ഷകർ പലരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയൊരു സംഭവം തന്നെയാകുമ്പോൾ മഹേഷ് നാരായണൻ ഒരുക്കുക എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. കാരണം പറയാൻ പോകുന്നത് ഒരു പോലീസ് ഓഫീസറുടെയും ഒരു ഡോണും ഒക്കെ അടങ്ങിയ ഒരു ത്രില്ലിംഗ് ചിത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗണത്തിലേക്ക് വരുന്ന ചിത്രമാണ്. മലയാള സിനിമയിൽ പുതുചരിത്രം എഴുതിക്കൊണ്ടാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിന് ശ്രീലങ്കയിൽ തുടക്കമായത്. മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം മലയാളത്തിലെ ചെലവേറിയ സിനിമകളിൽ ഒന്നാകും. മമ്മൂട്ടിയും മോഹൻലാലും 18 വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന ഒരു വമ്പൻ സിനിമയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന താരനിര ഉണ്ടുതാനും. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോൻ, നയൻതാര തുടങ്ങിയവരും ഈ ചിത്രത്തിന്റെ ഭാഗമാകുകയാണ്. ഇപ്പോൾ ശ്രീലങ്കയിലെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഇനി ഷാർജയിലേക്കാണ് ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂൾ എന്നാണ് പറയപ്പെടുന്നത്. ഇതവിടെ നിൽക്കുമ്പോൾ ചിത്രത്തിന്റെ കഥാതന്തുവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്ലോട്ടിന്റെ സിനോപ്സിസ് പുറത്തു വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്കാണ് ആ കാര്യങ്ങൾ അവർക്ക് മുന്നിലേക്ക് എത്തിയത്. ഒരു സീനിയർ കോപ്പ്, ഒരു മാഫിയ ഡോൺ, ഒരു തീഫ്, ഒരു ഫോറൻസിക് ഡോക്ടർ എന്നിവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു പസിൽ കില്ലിംഗ് സോൾവ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും ഇതെന്നാണ് ഈ ചിത്രത്തിന്റെ പ്ലോട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ. ഒരു പസിൽ കൊലപാതകത്തിന്റെ ചുരുടുകൾ അഴിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ചിത്രം. പ്രതികാരത്താൽ നയിക്കപ്പെടുന്ന മാരകമായ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നായകനും മറ്റാൾക്കാരും. മറഞ്ഞിരിക്കുന്ന ഐഡന്റിറ്റിയും കാരണങ്ങളും റിവീലാകുമ്പോൾ ഡ്രമാറ്റിക് ടേണാണ് ഈ ചിത്രത്തിൽ ഉണ്ടാകുന്നത്. കൂടാതെ അവരുടെ ആ സഖ്യം തകർക്കപ്പെടുന്ന ഭീഷണിയിലേക്കും എത്തുന്നു. ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന സിനോപ്സിസ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. മഹേഷ് നാരായണൻ ഒരുക്കാൻ പോകുന്ന ചിത്രം ഒരു മാസ് മൊമെന്റ് കൊണ്ടുവരുന്ന സ്ക്രീൻ പ്ലേ സെറ്റ് ആണെങ്കിൽ തീപ്പൊരി എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു. ഈ പ്ലോട്ട് കേൾക്കുമ്പോൾ അവർക്കും അത് തോന്നുന്നുണ്ട്. കാരണം അവർ ഉദ്ദേശിക്കുന്നത് മമ്മൂട്ടി ഒരു സീനിയർ കോപ്പായും, മോഹൻലാൽ മാഫിയ ഡോണായും, ഫഹദ് ഫാസിൽ തീഫായും, കുഞ്ചാക്കോൻ ഫോറൻസിക് ഡോക്ടറായും ആയിരിക്കാം ഈ ചിത്രത്തിൽ എത്താൻ പോകുന്നത് എന്നതാണ്. ഇതിങ്ങനെ പറയാൻ കാരണം ചിത്രത്തിന്റെ ആദ്യ ദിവസത്തിൽ പുറത്തു വന്ന ഇവരുടെ ലുക്ക് കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്നും അവർ ഉറപ്പിക്കുകയാണ്. മമ്മൂട്ടി ഏതാണ്ട് ഒരു ഓഫീസറിന്റെ ലുക്കിലാണ് ഈ ചിത്രത്തിന്റെ ആദ്യ ഷൂട്ടിന് എത്തിയതും. അപ്പോൾ അത് ഉറപ്പിക്കാം സീനിയർ കോപ്പായി എത്തുന്നത് മമ്മൂട്ടി തന്നെ ആയിരിക്കും എന്നത്. എന്നാൽ മോഹൻലാലിന്റെ ലുക്കൊന്നും പുറത്തുവിട്ടിട്ടില്ല. അതാണ് ഈ ചിത്രത്തിലെ ഏറ്റവും വലിയ സർപ്രൈസ് എന്നാണ് കരുതപ്പെടേണ്ടതും. മോഹൻലാൽ അപ്പോൾ മാഫിയ ഡോണായി തന്നെ ആയിരിക്കാം വരുന്നത് എന്ന് തോന്നുന്നു. ഫഹദ് ഫാസിലാണെങ്കിൽ വേട്ടയാൻ എന്ന സിനിമയിലെത്തിയ അതേ ലുക്കിൽ തന്നെയാണ്. തീഫായിരിക്കാൻ സാധ്യത കൂടുതൽ. കുഞ്ചാക്കോനാണെങ്കിൽ ബോഗൻവില്ല എന്ന ചിത്രത്തിലെ ആ ഒരു ലുക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോറൻസിക് ഡോക്ടർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയുമുണ്ട് പല താരങ്ങളും. ഇങ്ങനെയാണ് എത്തുന്നതെങ്കിൽ തിയേറ്ററിൽ തീ പടർത്തും. അതിനുള്ള ഗംഭീര സ്ക്രീൻ പ്ലേ ഒരുക്കിയാൽ മാത്രം മതി എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. എന്തായാലും ഇതൊരു ഒന്നൊന്നര സംഭവമാകാനുള്ള സാധ്യതയുണ്ട്. ചിത്രത്തിന്റെ പ്ലോട്ട് ഇങ്ങനെ തന്നെയാണ് വരുന്നതെങ്കിൽ. മോളിവുഡിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായ സിനിമ എന്ന രീതിയിലാണ് ഈ ചിത്രത്തിന്റെ കഥയും പ്ലോട്ടിനെയും ഒക്കെ സിനിമാ പ്രവർത്തകർ വിശേഷിപ്പിച്ചത്. രഞ്ജി പണിക്കർ, രാജീവ് മേനോൻ, ഡാനിഷ് ഹുസൈൻ, ഷാഹിൻ സിദ്ദിഖ്, സനൽ അമൻ, രേവതി, ദർശന രാജേന്ദ്രൻ, സെറീൻ ഷിഹാബ് തുടങ്ങിയവർക്കൊപ്പം മദ്രാസ് കഫേ, പത്താൻ തുടങ്ങിയതിലൂടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് വെലവാടിയും അണിനിരക്കുന്ന ഒരു വലിയ താരനിര ഈ ചിത്രത്തിൽ ഉണ്ട്. ബോളിവുഡിലെ പ്രശസ്ത സിനിമാറ്റോഗ്രാഫർ മനൂഷ് നന്ദനാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. പ്രൊഡക്ഷൻ ഡിസൈനർ ജോസ് നെല്ലിക്കൽ, മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടി, കോസ്റ്റ്യൂം ധന്യ ബാലകൃഷ്ണൻ, പ്രൊഡക്ഷൻ കൺട്രോളർ ഡിക്സൺ പൊടുത്താസ്, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ലിനു ആന്റണി, അസോസിയേറ്റ് ഡയറക്ടർ ഫാന്റം പ്രവീൺ എന്നിങ്ങനെ വലിയൊരു ടെക്നിക്കൽ ടീമും ഉണ്ട്. ശ്രീലങ്കയ്ക്ക് പുറമെ ലണ്ടൻ, അബുദാബി, അസർബൈജാൻ, തായ്ലാന്റ്, വിശാഖപട്ടണം, ഹൈദരാബാദ്, ഡൽഹി, കൊച്ചി എന്നിവിടങ്ങളിലായി 150 ദിവസം കൊണ്ടാണ് ചിത്രം പൂർത്തിയാകുക. മോഹൻലാൽ ഈ ചിത്രത്തിൽ മാഫിയ ഡോണായി എത്തുകയാണെങ്കിൽ പ്രേക്ഷകർ ഇപ്പോഴേ കാൽക്കുലേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ജയിലറിലെ മോഹൻലാലിന്റെ മാത്യു ലുക്കൊക്കെയാണ്. എന്തായാലും ഒരു ഗംഭീര സർപ്രൈസ് പ്രതീക്ഷിക്കാമെന്ന് തന്നെ ആരാധകർ ചർച്ച ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ.